വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെരി ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്നോയി ഡേ ആട്ടോ, നമ്മൾ നടക്കാൻ പോവാ. സോ എന്തൊക്കെയാണ് ഈ ഒരു സ്നോയി ഡേയിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. സോ നടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ ബായോ നമുക്ക് കാണാൻ പോവാം. സ്നോ കാരനെ കണ്ടോ, നമ്മുടെ ഫേർണിച്ചറും താഴത്തെ പാത്രം ഉൾപ്പെടെ എല്ലാം മഞ്ഞായി. പക്ഷെ നമ്മുടെ പാച്ച് മാത്രം നോക്കൂ ഗൈസ്. ഇന്നലെ സോൾട്ട് ഭാരി വെതറിയായിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാം അലുത്തു പോയി. പാത്രമെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ഫുൾ ഇതായിട്ട് കിടക്കുക. ഇന്ന് രാവിലത്തെ സ്നോ ആണ് ഇത്രയും വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട് സ്നോ. ഈ തെന്നാട്ടൊക്കെ നടക്കണം, അതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. വലിയ തണുപ്പൊന്നുമില്ല ഇന്ന്, പക്ഷെ മഞ്ഞുണ്ട്. നേരത്തെയൊക്കെ ഭയങ്കര ഫ്ലറീസ് ആയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ആയി കിടക്കുകയൊന്നുമില്ല, പെട്ടെന്ന് അലുത്തു പോകുമായിരുന്നു. ഇപ്പോൾ ശരിക്കും പ്രോപ്പർ സ്നോ ആയി. കണ്ടോ, വീടുകളും കാറുകളും ഒക്കെ ഉണ്ടോ. ഇതിപ്പോൾ ശരിക്കും പ്രോപ്പർ ഒരു സ്നോ ആയതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം, തെന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും ഗൈസ്. വരൂ നമുക്ക് പോവാം. കാനഡ റെയിൽവേസിന്റെ ഓഫീസാണ് ഈ ബാക്കിൽ കാണുന്നത്. ഈ ഏരിയ എല്ലാം മഞ്ഞുകൊണ്ട് നിറഞ്ഞു. ഒരു കുട്ടി സൈക്കിൾ ഉണ്ടോന്നേ റോഡിന്റെ സൈഡിലായിട്ട് വെച്ചേക്കുക. ഇപ്പോഴത്തെ കാറുണ്ട്, ഒക്കെ കുഞ്ഞുങ്ങളുടെ കാറ്, ടോയ് കാറുണ്ട്. ഈ വീട് നല്ല രസമാണ് കേട്ടോ. നമ്മൾ റോഡിൽ കൂടെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ മഞ്ഞ് പെയ്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. എങ്ങനെ കിടന്ന വഴിയെന്നറിയോ ഗൈസ്. ഇപ്പം ഇങ്ങനെയായി റോഡിൽ. പിന്നെ എപ്പോഴും വണ്ടികൾ പോകുന്നതുകൊണ്ട് പിന്നെ സോൾട്ട് ഇട്ടുണ്ടാവും നല്ല രീതിയിൽ, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല, മഞ്ഞില്ല. പക്ഷേ ഈ മഞ്ഞ് പെയ്യുമ്പോൾ കുഴപ്പം കാണാൻ, മഞ്ഞ് പെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും. ആൾക്കാർ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മഞ്ഞ് മാറി ചെളി പോലെയാവും. അതാണ് എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി. അപ്പം മഞ്ഞിൻ്റെ ആ ഒരു ഭംഗിയും പോവും, മൊത്തം ചെളിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു എന്താ പറയുക, മൂട് പോവും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷൻ നല്ലതാണ്. കുറച്ച് കഴിഞ്ഞ് മഞ്ഞ് മാറുമ്പോഴാണ് ഒരു ഭംഗിയില്ലാണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഹാർബറിലോട്ടാണ് പോകുന്നത്. അവിടെ ഇതിലും തണുപ്പായിരിക്കും, ഹാർബർ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രോപ്പർ മഞ്ഞ് പെയ്യുന്ന ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് നടന്ന് ഇവിടെ എല്ലാം പോയി കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ മോർണിംഗ് വോക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഹാർബർ. ഈ വിൻ്റർ തുടങ്ങിയ പിന്നെയാണ് നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് മഞ്ഞൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഇനി നമുക്ക് ഹാർബറിലോട്ട് എത്തുമ്പോൾ കാണാം. സാന്റാക്ലോസ് കണ്ടോ, ടെലിഫോൺ ബൂത്തിനകത്ത് സ്റ്റൂളൊക്കെ ഇട്ട് നിൽക്കുന്ന സ്റ്റൂളും പോലെ. നമ്മൾ ഹാർബർ ഡേ ഇവിടെയാ. ഹാർബറിലോട്ട് പോകുന്നതിനകത്ത് സ്റ്റെപ്പെല്ലാം അവർ ക്ലോസ് ചെയ്തേക്കുക. ഒരു സ്റ്റെപ്പെല്ലാം അടച്ചു വെച്ചു. ബിക്കോസ് മഞ്ഞായതുകൊണ്ട് സ്റ്റെപ്പിൽ കൂടെ ആരെങ്കിലും ഇറങ്ങിയാൽ തെന്നി വീഴുമല്ലോ. സോ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ആൾക്കാർ. അതുകൊണ്ട് ഇപ്പോൾ അവിടെ കൂടെ ആരും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. സോ നമ്മൾ കറങ്ങി ചുറ്റി ഹാർബറിൻ്റെ മെയിൻ സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കണ്ണിലോട്ടൊക്കെ കാറ്റ് കയറണേ, കാറ്റല്ല സ്നോ കയറണേ. കാറ്റുമുണ്ട്. സ്നോ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു, പക്ഷേ ഇത് വല്ലാത്ത സ്നോ ആയിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ഹാർബർ. പക്ഷെ ഹാർബർ ഇവിടെ കണ്ടോന്ന് മനസ്സിലായില്ല. അങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് പോയാലേ മനസ്സിലാവുള്ളൂ ഹാർബർ ആണെന്ന്. ഈ ഹാർബറിൽ എന്തോരം ബോട്ട്സ് ഉണ്ടായിരുന്നറിയോ. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ കുറേ നാളായല്ലോ ഈ വഴി വന്നിട്ട്. അപ്പോൾ ഡിസംബർ സ്റ്റാർട്ടിങ്ങിലെ ബോട്ട്സ് എല്ലാം മാറ്റി കാണുന്നത്. കാരണം മഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പണിയാവുമല്ലോ. സോ ബോട്ട്സ് എല്ലാം ഇവിടുന്ന് മാറ്റി. ഒരു ബോട്ട് പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നുകൊണ്ട് ഇരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം മഞ്ഞ് വീണു, സീറ്റൊക്കെ ഫുൾ മഞ്ഞിലായിപ്പോയി. ഞങ്ങൾ ആക്ച്വലി
ആ മഞ്ഞില്ലാത്ത റോഡിൽ കൂടെ വന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ പാത്രം എടുത്തതാണ്. മഞ്ഞുള്ള റോഡ്. പാവം എൻ്റെ കൊച്ചിൻ്റെ മീശയിലൊക്കെ മഞ്ഞായി. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ആക്ച്വലി ഒരു ബസ് സ്റ്റേഷനും കൂടെ ഉണ്ട് കണ്ടോ. ബസ് പോവാൻ വേണ്ടി റെഡി ആവുക. പിന്നെ അതെ അവിടെയാണ് വില്യംസ് കഫേ. കണ്ടോ ഗൈസ്, കാണാമോ? അവിടെ കയറി ഒരു കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കും. സ്വാനാണോ വെള്ള അല്ലേ? ഡക്കും സ്വാനും ഒക്കെ ഉണ്ടോ? അവർക്കൊന്നും തണുക്കില്ലേ ആവൂ. റെസ്റ്റോറൂം ഒക്കെ ഉണ്ട്. നമ്മുടെ കഫേ വന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ചുണ്ടൊന്നും കറക്റ്റായിട്ട് വർക്കാവുന്നില്ല സംസാരിക്കാൻ. നമുക്ക് കഫേ കയറി ചൂടോടോ എല്ലാം കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാം. തണുപ്പ് കുറച്ച് ബെറ്റർ ആവും. അപ്പോൾ ഞാനൊരു വാനില ലാറ്റെ പറഞ്ഞു. കിരണിന് ഒരു ഹേസൽനട്ട് എന്ന് പറഞ്ഞില്ലേ ചുണ്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയില്ല പ്രോപ്പറായിട്ട്. തണുത്തിട്ട് ഇപ്പോൾ തണുപ്പ് ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വാനില ലാറ്റെ പറഞ്ഞു, കിരണിന് ഒരു ഹേസൽനട്ട് ലാറ്റെ പറഞ്ഞു. സോ ഇവിടെയാണ് അത് മേക്ക് ചെയ്യുന്നത് കാണിച്ചത്. Excuse me, is this hazelnut? It's vanilla. Vanilla, okay. Thank you. മോനെ ഇതെന്റെയാ വാനില ലാറ്റെ. ഇന്നിപ്പാ ഊട്ടാ. ദീപം ദീപം ദീപം. ഈ മാസം നാളെ നിങ്ങൾക്ക് ഗൈസ്, നമ്മൾ നടക്കാൻ പോയിട്ട് വീട്ടിൽ സമാധാനപരമായി എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കൈ ഫ്രീസ് ആവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നൊന്നും അധികം എടുത്തില്ല. കാരണം സെയിം റോഡിൽ കൂടെയാണ് തിരിച്ചു വന്നത്. പിന്നെ അവൾക്ക് അവളുടെ ഫ്രണ്ട് വിളിച്ചു, അമ്രൂട്ടം വിളിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഫോൺ ഇങ്ങനെ ജാക്കറ്റിൻ്റെ ഇവിടെയൊക്കെ വെച്ച് സംസാരിച്ചു, കൈ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക മഞ്ഞ് പെയ്ത ദിവസം നിങ്ങൾക്ക് ഈ വ്ളോഗ്, മഞ്ഞ് പെയ്ത ദിവസത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കമൻറ്റ്സ്, നിങ്ങളുടെ കമൻറ്റ്സൊക്കെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ബൈ ബൈ.